പരിശുദ്ധാത്മാവിൻ നീഴും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവീഷ്ടത്തിന് സമർപ്പിക്കുവാനുള്ള കൃപ ലഭിക്കുന്നു.
മനുഷ്യജീവിതത്തിന്റെ നിരന്തരതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ധ്യാനപ്രസംഗനായി നിയോഗിച്ച ക്ഷണമംഗലമായ ലോകസുഖമോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയാഗ്രഹിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ദേവദാസന്റെ സഭ്യതകളിൽ ഇന്ന് കടന്നു വന്നിട്ടുള്ള കൗൺസിലിങ്ങിനും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളുമായി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ സമയം ദേവദാസന്റെ മധ്യസ്ഥ ശക്തിയോട് ചേർത്ത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കുടുംബ സമാധാനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. മക്കളുടെ ജീവിത വിശുദ്ധിയും മക്കളുടെ ഭാവിയും ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളോട് ഒരു തൊഴിൽ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരോട് തെറ്റായ സ്നേഹബന്ധങ്ങളിൽ അടിമപ്പെട്ട് അതിൽ നിന്ന് മോചനത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് തൊഴിൽ സ്ഥിരത ലഭിക്കുവാൻ, വിദേശത്ത് പോകുവാൻ, വിദേശത്തുള്ള തടസ്സങ്ങൾ മാറിക്കിടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിസ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ലോൺ മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള തടസ്സങ്ങൾ മാറുവാനായി ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്നവരോട് മക്കളെ കിട്ടുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വർഷങ്ങളായി സ്നേഹിച്ച് ജീവിക്കാൻ, അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കലങ്ങിച്ച് മാറി നിൽക്കുന്ന അനേകരുണ്ട്. അതുമൂലം വിഷമിക്കുന്ന കുഞ്ഞു മക്കള് 2 വയസ്സ് 3 വയസ്സ് 1 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലെ വരാതെ ആ മക്കളെ പോലെ മറന്ന് വാശികൾ വെച്ചുകൊണ്ട് അകന്നു കഴിയുന്ന നിർവധിമാര് എല്ലാം ഈശ്വരന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത രോഗങ്ങളായ ശാരീരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, അതുപോലെ വൈദ്യശാസ്ത്രത്തിന് എന്താണ് രോഗം കണ്ടുപിടിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകൾ, എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും രോഗമില്ല, എന്നാൽ രോഗമുണ്ട് എന്നുള്ള മരണഭീതി, അസ്വസ്ഥത, ഇതെല്ലാം നമുക്ക് ഈ സമയത്തേക്ക് സന്ധ്യയിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ രോഗം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. രീതിയിലുള്ള വ്യതിയാനങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ യുദ്ധം, കർത്താവിന്റെ കാര്യത്തിൽ നമുക്ക് സമർപ്പിക്കാൻ. ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുക, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ. നാം വിശ്വസിക്കുന്ന കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. അപ്പോൾ ആ ദൈവം അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ, ആ രാജ്യത്തെ പരിരക്ഷിക്കുവാൻ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നടന്ന ആ വിശുദ്ധ നാടിനെ ദൈവം തന്നെ ഏറ്റെടുത്ത് പരിപാലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഇസ്രായേലിലുള്ള മലയാളികളായിട്ടുള്ള അനേകർ നമ്മുടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള തീവ്രവാദവും മതതീവ്രവാദവും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരുടെ മാനസാന്തരവും നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ഇരു കാര്യങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ മേഖലകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് സഹമാരാൻ തൊഴിൽ സ്ഥിരതകൾ ലഭിക്കുവാൻ, പുതിയ ജോലി സംരംഭങ്ങൾ എല്ലാ മാനസിക ശാരീരിക ആത്മീയ ഭൗതിക വഴി നടത്തണമേ. എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ശ്രമിച്ച് അങ്ങേ അനുഗ്രഹത്താൽ നന്മ ചെയ്ത് കടന്നുപോയ ദൈവദാസൻ നിയോഗിച്ചതിന്റെ സുഹൃത ജീവിതമോർത്ത് ഞങ്ങൾക്ക് ഇവ സാധിച്ചു തരണമേ.
പാപത്തെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ച് അറിയുന്നത് ജനത കെട്ടിയ സർവസംഘ വ്യക്തിയായി ഞങ്ങളുടെ ജീവിച്ച മനുഷ്യസ്നേഹിയായ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവദാസൻ ദൈവത്തിനച്ഛന്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചവർക്ക് നിയോഗങ്ങൾ സഫലമാക്കി നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഒരു വലിയ സൗഖ്യത്തിനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എനിക്ക് 3-ാം തീയതി രാത്രിയായപ്പോൾ തന്നെ കാര്യം വരവിക്കുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ എന്നെ എറണാകുളം ഹോസ്പിറ്റലിൽ എൻ്റെ മക്കൾ എടുത്തുകൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ സ്ട്രോക്കിന്റെ ആരംഭമാണെന്നും എത്രയും വേഗം മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും അവർ പറഞ്ഞു. അതനുസരിച്ച് കളമശ്ശേരിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാര് ചെറിയ രീതിയിൽ മരുന്ന് ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിനച്ഛന്റെ അനുഗ്രഹത്താൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹത്തിന് കോടാനും കൂടി നന്ദി ലിസി. മറ്റൊരു സാക്ഷ്യം നമ്മുടെ ചെസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചിങ്കിൾ എന്ന മകളുടെ സാക്ഷ്യമാണ്. വൈകുന്നേരം ഇന്നലെ കോമ്പറ്റീഷൻ ഈ 3 ദിവസങ്ങളിലായി കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അതിന്റെ അവസാനത്തെ കോമ്പറ്റീഷന് 2 മത്സരങ്ങളുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന മത്സരങ്ങളിലൊക്കെ റേറ്റിംഗ് കിട്ടി. ഇന്നലെ നടന്ന 2 മത്സരത്തിൽ അവൾക്ക് ജയിക്കുവാനായി സാധിച്ചു. തിയോഫിലച്ചന്റെ വലിയ മാധ്യസ്ഥ ശക്തിയിലാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ചയാണ്, തിയോഫിലച്ചന്റെ ദിവസമാണ്. ഇന്ന് ആ മകള് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ തിയോഫിലച്ചന്റെ മാധ്യസ്ഥ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ കുഞ്ഞ് നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ മത്സരങ്ങളിൽ വിജയിച്ചാൽ അവൾക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടും. അതുകൊണ്ട് ആ മകളെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ജീവിതങ്ങളിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവദാസന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നൽകാം. ഒരു നിമിഷം നന്ദിയുള്ള ഹൃദയങ്ങളോടെ നമുക്ക് ദൈവദാസൻ ദൈവത്തിനച്ഛനോട് ചേർന്ന് ദൈവത്തിനച്ഛൻ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന നന്ദിയും സ്തുതിയും ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവദാസനോട് ചേർന്ന കർത്താവായ ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, ശാരീരിക മേഖലകളിൽ ഒക്കെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്തെടുത്തുകൊണ്ട് ഈ കരങ്ങൾ ഉയർത്തി അല്പസമയം സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ നന്ദി. നിമിഷം വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ മകനെ സമർപ്പിക്കുന്ന യേശുവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യാരുടെ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ, കുഞ്ഞുമക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് നാമം എന്ന പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കുന്നവരെ ഇരിക്കുക. മുട്ടുകുത്താൻ കഴിയുന്നവർ മുട്ടുകുത്തുക, മറ്റുള്ളവർ ഇരിക്കുക. നമുക്ക് നാമം എന്ന പ്രാർത്ഥന ചൊല്ലാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസ്തദാസനായ തിയോഫിലച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു.
ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫിലച്ചന്റെ മഹത്വീകരണത്തിനു വേണ്ടി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാൻ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫിലച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപന് എല്ലാ നന്മകളുടെയും ദാതാവുമായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും എന്ന നിരോചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഈ സഹായം നമ്മോട് പ്രാർത്ഥന സഹായിച്ചുള്ള അപേക്ഷകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒപ്പം ഇസ്രായേലിന് ദൈവത്തിന്റെ പ്രത്യേക